പലരും പ്രവചിച്ചതാണ്. പക്ഷെ അത് ഇത്ര അല്പായുസായിരിക്കുമെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടാവില്ല. ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ആ വാർത്താക്കുറിപ്പ് സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ വാർത്ത എന്താണെന്ന് ആ വാർത്താക്കുറിപ്പിന്റെ ഒരു ഭാഗം വായിക്കാം. NSS SNDP ഐക്യം സംബന്ധിച്ച് 26/1/2026 ഈ ദിവസം പെരുന്നയിൽ കൂടിയ NSS ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമാണ് ആ വാർത്താക്കുറിപ്പിലുള്ളത്. പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനും ആവില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട് ഉള്ളതിനാൽ മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. ഒപ്പ് G സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി. അയ്യോ, ഈ മോരും മുതിരയും തമ്മിൽ യോജിക്കുമോ? നമ്മൾ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മോരും മുതിരയും തമ്മിൽ യോജിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏത് വലിയ SNDPയിലെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, നായാടി മുതൽ നസ്രാണി വരെയുള്ളവരെ എല്ലാവരെയും അങ്ങ് യോജിപ്പിച്ച് വലിയൊരു ഐക്യത്തിൻ്റെ കാകളമായിട്ട് മൂപ്പരെ ഇറങ്ങിയപ്പോഴേ നമ്മളൊക്കെ ധരിച്ചതാണ് ഇത് വലിയ താമസമില്ലാണ്ട് കലമുടയ്ക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. NSSന്റെ ഡയറക്ടർ ബോർഡ് അപ്പാടെ അങ്ങ് തള്ളിക്കളഞ്ഞു. അത്രേ ഈ ചർച്ചയ്ക്കൊക്കെ റെഡിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ ആരെ, നമ്മുടെ മോൻ BDGSന്റെ BJPയുടെ സഖ്യ നേതാവിനെ ചർച്ചയ്ക്ക് അങ്ങോട്ട് അയക്കുക എന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങ് ഒരുമിപ്പിച്ച് പുള്ളി ഒരു ഹോൾസെയിൽ കച്ചവടത്തിന് ഒരുങ്ങിയതായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ഈ പാവം ഈ CPMകാർക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. CPMകാർ വലിയ നല്ല കാര്യമായി പോയി, ഇവരൊക്കെ ഐക്യപ്പെടട്ടെ എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ എല്ലാ ഹിന്ദുക്കളെയും ചേർത്തങ്ങ് BJPക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മഹാദൗത്യത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഈ വെള്ളാപ്പള്ളി നടേശൻ. അതിൻ്റെ ഒരു അവസാന ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് NSS സുകുമാരൻ നായർ അറിയാതെ പോയിട്ട് ആദ്യം അങ്ങ് വാക്ക് കൊടുത്തു പോയി. പക്ഷെ ആ ഡയറക്ടർ ബോർഡിൽ ആരെങ്കിലും ബുദ്ധിയുള്ളവരുണ്ടായിരുന്നുകൊണ്ട് ഇതിന് മുമ്പുള്ള അനുഭവമൊക്കെ പറഞ്ഞ് ഈ സുകുമാരൻ നായരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് വെളിപാടുണ്ടായി. അന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ സഖ്യത്തുനിന്ന് പിന്മാറിയേ എന്നുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് SNDP ഐക്യ നീക്കത്തിന് നമുക്ക് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട സമദൂരം എന്നുള്ളത് നടപ്പാകുകയില്ല എന്നുള്ളൊരു ബോധ്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് പിന്മാറാൻ തീരുമാനിച്ചത്. രാഷ്ട്രീയത്തിന് ഒരിക്കലും NSS ഇല്ല, നമ്മളെപ്പോഴും സമദൂരം ഇല്ല, ഒരു രാഷ്ട്രീയത്തിനും ഇല്ല. ആ ഐക്യ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടോ എന്നുള്ള സംശയം സംഘടനയ്ക്ക്. അത് തന്നെ എനിക്കൊന്ന് ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ പ്രമേയം ബോർഡിൽ അവതരിപ്പിച്ചത് അല്ലേ? ഞാൻ തന്നെ അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് ചില കാര്യങ്ങളിൽ സംശയം ഉണ്ടായി, അങ്ങനെ വേണം കരുതാൻ. പിന്നീടുണ്ടായി. അതായത് ചില പരാമർശങ്ങളാണോ അതോ? അല്ല, പരാമർശങ്ങളൊന്നുമല്ല. പരാമർശങ്ങൾ ഞങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതായത് അച്ഛൻ മോനെ പറഞ്ഞ മോനെ എവിടെ അല്ല BJPയുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതാണ് ഐക്യം. അതൊക്കെ കണ്ടപ്പോ ആ പോക്ക് ശരിയല്ല എന്ന് തോന്നി. വീണ്ടും ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ, ഈ കാള വാല് പൊക്കണ കണ്ട അറിഞ്ഞൂടെ ഇത് എന്തിനാണെന്നുള്ളത് എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സുകുമാരൻ നായർക്ക് പിന്നീടാണ് ഈ കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായത്. എന്തായാലും സുകുമാരൻ നായർക്ക് കുറച്ച് വൈകിയാണെങ്കിലും ഈ ഡയറക്ടർ ബോർഡ് ഉപദേശിച്ചിട്ടാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. അതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. ഈ മകനെ അയച്ചിട്ടേ, മകൻ അവിടെ BJP പാളയത്തിലുള്ള ആളാണ്. അപ്പോൾ ഇവരെ എല്ലാവരും കൂടെ മൊത്തക്കച്ചവടം ചെയ്ത് SNDPയും NSSനെയൊക്കെ കൊണ്ടുപോയിട്ട് BJPയുടെ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കെട്ടാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയെ വളരെ നൈസായി NSS പൊളിച്ചു കൊടുത്തിരിക്കുന്നു. അവരിപ്പോഴും സമദൂരത്തിലാണ്. ഓരോരുത്തർക്കും ഓരോ അംഗങ്ങൾക്കും ഏത് രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കാമെങ്കിൽ അവർക്ക് വിശ്വസിക്കാം. തങ്ങൾക്ക് സമദൂര സിദ്ധാന്തമാണ്. അതിൽ ചില ചെറിയ ദൂരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിഷയാധിഷ്ഠിതമായി പറയാറുണ്ടെങ്കിലും ഇപ്പം കാര്യങ്ങൾ നന്നായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിനോട് എങ്ങനെയാണ് നമ്മുടെ നടേശ മുതലാളി പ്രതികരിക്കുക എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് സൗഹൃദത്തിലൊക്കെ പോവാം. അത് ഈ മോരും മുതിരയായിട്ട് വേറെ വേറെ തന്നെ നിന്നാൽ മതി എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്.
ഗോവിന്ദമാഷ് ആദ്യഘട്ടത്തിൽ ഇതിനൊക്കെ സ്വാഗതം ചെയ്തിരുന്നു കേട്ടോ. ഇതെല്ലാം എല്ലാം കൂടെ മൊത്തത്തിൽ ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നടക്കുമോ എന്നെ ഗോവിന്ദമാഷിൻ്റെ ഈ നടേശൻ മുതലാളി ഈ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നുള്ളത് മലയാളികളൊക്കെ എന്നെ അറിയാം. ആ ഓർമ്മയുണ്ടാവുമല്ലോ, കേരളം മുഴുവൻ ഒരു യാത്ര നടത്തിയത്, BDJS ഫോർമേഷൻ നടത്തിയത്, മത്സരിച്ചത്, എവിടെയും ഗുണം പിടിച്ചില്ല, എവിടെയും നിലം തൊട്ടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഒരു അവസാനത്തെ ശ്രമമായിരുന്നു. ആ ശ്രമത്തിനുള്ള ഒരു പ്രതിഫലമാണ് ഇപ്പോൾ ഇന്ന് കൊടുത്തിട്ടുള്ള എന്താണ് പത്മവിഭൂഷണോ എന്താണ് കൊടുത്തിരിക്കുന്നത്. ഒരു അവാർഡും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് ആഹ്ലാദ ചിത്തനായിപ്പോയി. ഇത് കേട്ടിട്ട് അസൂയ കൊണ്ടാണോ നമ്മുടെ സുകുമാരൻ നായർ ഈ പണി പറ്റിച്ചത് എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ രാഷ്ട്രീയ തമാശകൾ ഇനിയും മലയാളികൾ കേൾക്കേണ്ടി വരും. എന്തായാലും അത്തരം തമാശകൾ കേൾക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.